തികവുള്ളവനാക്കി എന്ന് പറഞ്ഞ പോലെയാണ് മത്സരങ്ങളിലൂടെ കിട്ടുന്ന ഇവിടെ നിങ്ങൾ വർത്താനം പറയുന്നത് മത്സരങ്ങളിലൂടെ കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൽ തികവുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും മത്സരം ചുമ്മാ മത്സരമല്ല, ആരോഗ്യപരമായ രീതിയിലുള്ള മത്സരമാണ്. മത്സരങ്ങൾക്ക് ബൈബിൾ ഒരിക്കലും വിരോധമല്ല. കാരണം ബൈബിളിൽ ഉദാഹരണം പറയുമ്പോൾ ഓട്ട മത്സരത്തോടൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം മത്സരം ജീവിതത്തിലുള്ളതാണ്, ആവശ്യമാണ്. അത് ആരോഗ്യപരമായ രീതിയിൽ നമ്മൾ എടുക്കണം. അതുകൊണ്ട് മത്സരത്തിന് പോയ എല്ലാവർക്കും പ്രത്യേക ആശംസ അറിയിക്കുന്നു. നിങ്ങളുടെ ആ വലിയ മനസ്സിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ്സനൊക്കെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുകയാണ്. ഈ പ്രായത്തിലും പ്രായം കൂടി പോയെന്നല്ല കേട്ടോ, സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊക്കെ വലിഞ്ഞ് നടക്കുക. ഇവരൊക്കെ മുമ്പോട്ട് വന്നതിൽ വലിയ കാര്യം തന്നെ ഉണ്ട് അതിൽ. അതുകൊണ്ട് അഭിനന്ദിക്കുന്നു എല്ലാവരെയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജയിച്ചവർക്ക് പ്രത്യേക ആശംസ അറിയിക്കുന്നതോടൊപ്പം തോറ്റവർക്കും ആശംസ അറിയിക്കുന്നു. കാരണം ഈ തോറ്റു എന്നൊരു ചിന്താഗതി വേണ്ട. കാരണം അവിടെ തോറ്റവരെല്ലാം ടോമിച്ച് പറഞ്ഞാൽ അവരാ ജയിച്ചത്. കാരണം എന്നാണെന്നറിയോ, ആ ജഡ്ജസ് എടുത്ത ഒരു മാനദണ്ഡം. കാരണം ഞാൻ ഒരു ജഡ്ജുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ആ പുള്ളി ഒരു ഭാഷയാണ്, ആ ഭാഷയുടെ മോനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, അവർ പ്രൈസ് കൊടുക്കാതിരുന്നതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗത്തിനെല്ലാം ഓവർ സ്റ്റാൻഡേർഡ് ആയിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ജയിച്ചില്ലേ? സ്റ്റാൻഡേർഡ് കൂടിപ്പോകുന്നതാണ് ജയം. സ്റ്റാൻഡേർഡ് കൂടിപ്പോകുന്നതാണ് ജയം. ഒരു മത്സരത്തിന് മാക്സിമം സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഓവർ സ്റ്റാൻഡേർഡ് ആയിപ്പോ എന്ന് പറഞ്ഞു. അത് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു വിജയമായിട്ട് നിങ്ങൾ കാണണം എല്ലാവരും. കാരണം പ്രസംഗത്തിലെല്ലാം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനിയും ഈ മത്സരങ്ങൾ ഇനിയും നമ്മൾ പിന്നോട്ട് പോകരുത്. കാരണം ഈ തോൽവി എന്ന് പറയുന്ന കാര്യം മത്സരത്തില്ല. കാരണം നമുക്കറിയാം, ഈ ഡോക്ടർമാരുണ്ട് അല്ലേ, ഒത്തിരി MBBS എടുത്ത് ഡോക്ടർമാർ ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാവരും ജയിച്ചവരാണോ ഈ ബോർഡ് വെച്ചേക്കുന്നത്? ഒന്ന് പഠനം നടത്തണം. കുറച്ച് പേരെ ജയിക്കുന്നുള്ളൂ. മിക്ക ഡോക്ടർമാരും തോറ്റവരാണ്. ജയിച്ചാലും തോറ്റാലും MBBS എടുക്കുന്ന എല്ലാവരും ഡോക്ടർമാരാണ്. ഇന്നിവിടെ നിങ്ങളിവിടെ തോറ്റവരില്ല, എല്ലാവരും MBBSകാരാണ് കേട്ടോ. നിങ്ങളെല്ലാം ഡോക്ടർമാരാണ്. അതുകൊണ്ട് തോറ്റിട്ടില്ല, എല്ലാവരും ജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. പങ്കെടുത്ത് എല്ലാവരും ദൈവം ഇതിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിന്റെ റിസൾട്ട് ഇപ്പം പറയുകയാണ്. പേര് വിളിക്കുന്നതിന് മുമ്പോട്ട് വരണം. ഓക്കെ, ഫസ്റ്റ് വാക്യ മത്സരം. കട്ടപ്പന സഭയുടെ അഭിമാനം ത്രിസ ഗുഡ്സൻ. ഒന്നും രണ്ടും വാക്യമല്ല, 57 വാക്യം പറഞ്ഞാണ് ഫസ്റ്റ് കളിച്ചിരിക്കുന്നത്. എല്ലാരും കൈയടിച്ച് മതി പറഞ്ഞിരിക്കും. ഇനി കൈയടി. നമ്മൾ ത്രിസേടൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അധികം സംസാരിക്കുകയല്ല, സംസാരിക്കേണ്ടോടത്ത് സംസാരിക്കും. അതാണ് ത്രിസേടൊക്കെ പ്രത്യേകത. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ബൈബിൾ ക്വിസ് ആണ്. ജെർസൺ ഗ്ലേസൺ അവരിന്ന് ഇവിടെ ഇല്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒരു കൈയടി കൊടുത്താൽ. അടുത്ത ഡെറോൺ സി റൊണാൾഡ് തബല ഫസ്റ്റ്. ഡെറോണിനെ സംബന്ധിച്ചൊരു കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസിന്റെ ഉപരി നമ്മുടെ പ്രസിഡന്റ് നേരിട്ട് ഇത് കേൾക്കുകയും അവിടെ നിന്ന് തന്നെ അന്നേരം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് വീഡിയോയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കട്ടപ്പനക്കാർ കൊട്ടിക്കയറുവാണല്ലോ എന്നാണ് അദ്ദേഹം കാര്യം പറഞ്ഞത്. ആ ഡയലോഗിന് കാരണഭൂതനായ ആളാണ് ഡെറോൺ. അടുത്തത് ചിത്രരചനയിൽ ഫസ്റ്റ് ഡിയോൺ സി റൊണാൾഡോ. പ്രതീക്ഷിക്കാത്ത ഓക്കെ. അടുത്തത് സംഗീതത്തിൽ ബിയോൺ സാറാ ടോമി ഇല്ലല്ലേ? അവൾ വന്നിട്ടില്ല. ഇനി അടുത്തത് കീബോർഡ് വായനയിൽ സെക്കൻഡാണ് നമ്മുടെ ഐൻസ്റ്റീന് കിട്ടിയേക്കുന്നത്. ഐൻസ്റ്റീന് പ്രത്യേക അഭിനന്ദനമുണ്ട്. കാരണം SLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. SLC പഠിക്കുന്ന കുട്ടിയാണല്ലോ. അവനെ ക്രിസ്മസിൻ്റെ പരീക്ഷയുടെ കാരണം അവന് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. 1-2 ക്ലാസ്സിനാണ് എൻ്റെ അടുത്ത് വന്നത്.
ആ ക്ലാസ് കൊണ്ട് അവൻ പഠിച്ചതാണ് അവൻ അവിടെ ചെയ്തത്. പിന്നെ അവന് ചെറിയ യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ് വായിച്ചെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇത്ര ലോങ് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതിനെല്ലാം തരണം ചെയ്ത് ജയിച്ച ഐൻസ്റ്റീനുള്ള പ്രത്യേക ആശംസ അറിയിക്കുന്നു. അടുത്തത് ഇൻ്റർമീഡിയറ്റ് സംഗീതം ബ്രിലിൻ സാറ ടോമി, പ്രത്യേക അഭിനന്ദനം. ഇനി സൂപ്പർ സീനിയേഴ്സിൽ കിട്ടിയേക്കുന്ന സെക്ഷനാണ്. ലൈസിനതാ കിട്ടിയേക്കുന്നത് സി സി ജോജോയ്ക്കൽ. എത്ര ഉണ്ടല്ലേ. ജോജോ ചാമ്പ്യനാണ്. അതിനകത്ത് കിട്ടിയേക്കുന്നത് ഉപന്യാസത്തിന് ഫസ്റ്റ്, വാക്യത്തിന് സെക്കൻഡ്, സംഗീതത്തിന് സെക്കൻഡ്, തബലയ്ക്ക് സെക്കൻഡ്. 4 ഐറ്റത്തിന് ടോമി ജോൺ സംഗീതം സെക്കൻഡ്. പ്രത്യേക അഭിനന്ദനം. കാരണം സാധാരണ ലീഡേഴ്സ് എല്ലാം എല്ലാവരെയും ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുള്ളൂ, ഇറങ്ങി പ്രവർത്തിക്കാറില്ല. ടോമിച്ചി ഇറങ്ങി കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ടോമിച്ചിക്ക് പ്രത്യേക അഭിനന്ദനം. അടുത്തത് ഗ്രൂപ്പ് സോങ്. ഗ്രൂപ്പ് സോങ്ങിൽ നമുക്ക് ഗുഡ്സൺ ഉണ്ടായിരുന്നു, ടോമി ജോൺ ഉണ്ടായിരുന്നു, ആൽഫ്രഡ്, ഐൻസ്റ്റീൻ, ബ്രിലിൻ, അതുപോലെ ബിൽഡാനി, പിന്നെ ബ്രിലിൻ സാറ ടോമി. ഇത്രയും പേര് ചേർന്നായിരുന്നു. വിൻസി. അതാ ഞാൻ മാറ്റി വായിച്ചത്. ഇത്രയും പേര് ചേർന്നാണ് ഒരു ഗ്രൂപ്പ് വർക്കാണ് അവിടെ നടത്തിയത്. ശരിക്കും ഗ്രൂപ്പ് വർക്ക് അവർ നല്ല രീതിയിൽ നടത്തി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് ആ പാട്ട് പാടി. അതിനകത്തോട്ട് വരാൻ കാണിച്ച മനസ്സ് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം. കാരണം പലരും മാറി നിന്നു. ബിൽഡാനിയൊക്കെ മുമ്പോട്ട് വന്നതിന് പ്രത്യേക അഭിനന്ദനമുണ്ട്. എല്ലാവരും മുമ്പോട്ട് വരണം. എല്ലാവരും ഉള്ളവരല്ല. മെയിൻ ഗായിക കട്ടിയല്ലേ ചുമ്മാ ഇങ്ങനെ പിടിച്ചാ. എടുത്തിട്ട് നമുക്ക് ഒക്കെ നിങ്ങൾ ഇനി ഒരു വ്യക്തിഗത ചാമ്പ്യനും കൂടെ ഉണ്ട് കേട്ടോ. പ്രത്യേക കൈയടി അഭിനന്ദനങ്ങൾ നമ്മൾ അറിയിക്കണം. ജെർസൺ ഗ്ലേസൻ നല്ല പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് പ്രസംഗത്തിൽ അടിപൊളി പ്രസംഗമാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റിന് അർഹനാണ്. നമ്മളതിനകത്ത് പെണം കണ്ട. അവർ ഇംഗ്ലീഷ് പ്രസംഗിച്ച ആൾക്കാണ് അവർ ഫസ്റ്റ് കൊടുത്തത്. ഈ പാർഷൽ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഇംഗ്ലീഷിൻ്റെ ഒന്നും അറിയത്തില്ലാത്ത ആളാണ്. അപ്പോൾ ഇംഗ്ലീഷിന് ഫസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വിരോധാഭാസം നമ്മൾ ചിന്തിച്ചാൽ മതി. അവൻ നല്ല സ്വന്തമായിട്ട് പ്രസംഗിച്ചു. അവന് കിട്ടിയത് സെക്കൻഡാണ്. അവിടെ ഇംഗ്ലീഷിലാണ് നിന്നൊക്കെ പോയി. അപ്പോൾ ജഡ്ജസിൻ്റെ ഉണ്ടായ ഒരു തീരുമാനം ഓവർ സ്റ്റാൻഡേർഡ് ആയിപ്പോയി എന്നുള്ളൊരു തീരുമാനം നമ്മളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റാൻഡേർഡ് കൂടുതലാണെന്ന് ഇപ്പോൾ വീഡിയോയിൽ ചർച്ചയുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി അപ്പോൾ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനം. നമ്മൾ ചർച്ചയായിട്ട് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. മുതിർന്നവരൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ പലരും ഉണ്ട്. പോയി മത്സരിച്ചാൽ പ്രൈസ് കിട്ടുമെന്ന് ഉറപ്പുള്ളവരുണ്ട്. പക്ഷേ അനങ്ങാതിരിക്കുന്നുണ്ട്. പഴഞ്ചൊല്ല് പറയുന്ന പോലെ നനച്ചാൽ പുലിയെ പിടിക്കുവാൻ ഉസിര് പോരാലും നനയ്ക്ക മാട്ടേന്നും പറഞ്ഞ് പലരും ഉണ്ട്. അങ്ങനെ ഇരിക്കരുത്. നമ്മളെല്ലാവരും മത്സരിക്കണം. ഞാൻ പറഞ്ഞ മത്സരിക്കുന്നത് നമുക്ക് ആ ഒരു ഫീൽഡിൽ നമുക്ക് തികവുള്ളവരായി തീരാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ആത്മീയ വർധനവിന് എപ്പോഴും കാരണമായി തീരും. അതുകൊണ്ട്
ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.